Good morning, my dear students. Next class എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സപ്ലൈ പഠിച്ചു കഴിഞ്ഞു, റെസ്പോൺസീവ്നെസ് ഓഫ് നമ്മൾ സപ്ലൈനെ കുറിച്ച് പഠിച്ചു, ഷിഫ്റ്റ് ഇൻ സപ്ലൈ പഠിച്ചു, അങ്ങനെ എക്സ്റ്റെൻഡ് ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ മറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. നെക്സ്റ്റ് ടോപ്പിക് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. What is meant by elasticity of supply? The law of supply states that when the price of commodity increases, its supply also will increases. When the price of commodity decreases, its supply also will increases. Then അല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കിൽ നമുക്കറിയാം, ലോ ഓഫ് സപ്ലൈ പഠിച്ചിരിക്കുമ്പോൾ തന്നെ അതിൽ നമുക്കറിയാം ഹയർ ദി പ്രൈസ് ഹയർ ക്വാണ്ടിറ്റി വിൽ ബി സപ്ലൈഡ്, ലോവർ ദി പ്രൈസ് ലോവർ ക്വാണ്ടിറ്റി വിൽ ബി സപ്ലൈഡ്. അവിടെ ലോ സപ്ലൈ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു കോൺസെപ്റ്റിലെ ആ കോൺസെപ്റ്റ് ഇങ്ങനെയായിരുന്നു അല്ലേ. അതായത് ഹയർ ദി പ്രൈസ്, ഇവിടെ വൈ ആക്സിസും അതുപോലെ തന്നെ എക്സ് ആക്സിസും 0. ഈ ഒരു കോൺസെപ്റ്റ് നമ്മളിവിടെ ലോ ഓഫ് സപ്ലൈ എന്ന് പറയും. പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നതാണ് ലോ ഓഫ് സപ്ലൈ. ദെൻ ഹയർ ദി പ്രൈസ് ഇതായിരിക്കുമ്പോൾ ദെൻ ക്വാണ്ടിറ്റി demanded, higher the price, then നമുക്ക് lower the price lower quantity will be supplied. കണ്ടോ? then higher the price higher quantity will be supplied. ഇങ്ങനെയാണ് എന്ത് പറയുക, P1 Q1 then P2 Q2. ദെൻ ലെഫ്റ്റ് ടു റൈറ്റ് അപ്വേർഡ് സ്ലോപ്പാണ് ഇതിന് ഉണ്ടായിരിക്കുക, ലോ സപ്ലൈ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ലോ ഓഫ് സപ്ലൈ എന്ന് പറയുമ്പോൾ ഹയർ ദി പ്രൈസ് ഹയർ ക്വാണ്ടിറ്റി വിൽ ബി സപ്ലൈഡ്, ലോവർ ദി പ്രൈസ് ലോവർ ക്വാണ്ടിറ്റി വിൽ ബി സപ്ലൈഡ്, അതർ ഫാക്ടേഴ്സ് ആർ റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഇവിടെ നമുക്ക് സപ്ലൈയും അതുപോലെ തന്നെ പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഹയർ ദി പ്രൈസ് ഇൻക്രീസ് ചെയ്യും തോറും കണ്ടോ ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഹയർ ദി പ്രൈസ് ഹയർ ക്വാണ്ടിറ്റി വിൽ ബി ഡിമാൻഡഡ്, ലോവർ പ്രൈസ് ലോവർ ക്വാണ്ടിറ്റി വിൽ ബി ഡിമാൻഡഡ്. ഇവിടെ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് സംഭവിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്, ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് മെന്റ് ബൈ ഇലാസ്റ്റിസിറ്റി നമ്മൾ മുൻപ് പഠിച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. വാട്ട് ഈസ് മെന്റ് ബൈ ഇലാസ്റ്റിസിറ്റി? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് കോൾഡ് ആസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിലെ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് ദ റേറ്റ് ഓഫ് എന്ന് പറയുന്നത് അവിടെ എന്താ, എത്രമാത്രം വേരിയേഷൻ സംഭവിക്കുന്നുണ്ടോ അതിനാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നതിൽ നമുക്ക് ഏതെങ്കിലും ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ടേം ഫിസിക്സ് ടേമിൽ നിന്ന് കടമെടുത്തിട്ടുള്ള നമുക്കറിയാം. അതെന്താ, ഏതെങ്കിലും ഒരു ഫോഴ്സ് ഉപയോഗിക്കുമ്പോൾ മറ്റൊരു നമ്മൾ ആദ്യം പറഞ്ഞെന്താ, ഒരു റബ്ബർ ബാൻഡ് നമ്മൾ പിടിച്ച് ഇങ്ങനെ നീട്ടുന്തോറും ഫോഴ്സ് ഉപയോഗിക്കുന്തോറും അത് വലിയുകയും ഫോഴ്സ് വിട്ടു കൊടുക്കുമ്പോൾ അത് കൂടിച്ചേരുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അറിയാവുന്നൊരു സത്യമാണ്. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇലാസ്റ്റിക് ഇൻ നേച്ചർ എന്നാണ് പറയാം. The rate of change in quantity demanded due to change in price is called as elasticity of demand. അതിന് നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയാം. ഒരു വേരിയബിൾ ഉണ്ടായേക്കാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് മറ്റൊരു വേരിയബിൾ ഉണ്ടായേക്കാവുന്ന ചേഞ്ചസ് മൂലം വേറൊരു വേരിയബിളിൽ എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇലാസ്റ്റിക് ഇൻ നേച്ചർ, അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇലാസ്റ്റിക് ഇൻ നേച്ചർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്, ദറ്റ് ഈസ് കോൾഡ് ആസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇനി നമ്മൾ ഇവിടെ പഠിക്കുന്ന ടോപ്പിക് എന്തായിരുന്നു, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് കോൾഡ് ആസ് ഇലാസ്റ്റിസിറ്റി ഓഫ് supply. The rate of change in quantity supplied due to change in price is called as elasticity of rate of. അതായത് അവിടെ നമുക്ക് വേറൊരു രീതിയിലും പറയാം. ഇലാസ്റ്റിസിറ്റിന് നമുക്ക് വേറൊരു ഷോർട്ടായിട്ട് നമുക്ക് അതിനെ പറയുകയാണെങ്കിൽ ദെൻ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസ്പോൺസീവ്നെസ് ഓഫ് ദ സെല്ലേഴ്സ് ടു ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ക്യാൻ ബി മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഫോർമുല. ഇവിടെ നോക്കാം, നമ്മൾ വേറെ രീതിയിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പഠിക്കുമ്പോൾ അതിൽ നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ്, അതായത് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ എത്രമാത്രം വേരിയേഷൻ ഉണ്ട് അല്ലേ, ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ്
The degree of responsiveness of quantity supplied due to change in price. പ്രൈസിലുണ്ടായേക്കാവുന്ന വേരിയേഷൻ മൂലം എത്രമാത്രം സപ്ലൈയിൽ വേരിയേഷൻ സംഭവിക്കുന്നുണ്ടോ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വാട്ട് ഈസ് മെൻ ബൈ ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ? ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ ഈസ് ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി സപ്ലൈഡ്, the degree of responsiveness of quantity supplied due to change in price. അപ്പോൾ കുട്ടികൾ കാണാതെ പറയാം വാട്ട് ഈസ് മെൻ ബൈ ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ. ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈയിലെ ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ ഈസ് ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി സപ്ലൈഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ price. That means elasticity of supply of a commodity is the degree of responsiveness of quantity supplied of a commodity due to change in its price is called as elasticity of supply. അപ്പോൾ നമുക്ക് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്കറിയേണ്ടത് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാനുള്ള ഫോർമുല elasticity of the degree of responsiveness of quantity supplied due to change in price is called as elasticity of supply. Elasticity of supply le kandupidikkanalla formula elasticity of supply is equal to the proportionate change in quantity supplied, proportionate change in quantity supplied divided by proportionate change in price. Proportionate change in the formula elasticity of supply is equal to proportionate change in quantity supplied divided by proportionate change in price. Proportionate change in quantity supplied എന്ന് പറയുന്നത് elasticity of supply is equal to proportionate change in quantity supplied, change in quantity divided by original quantity, all divided by change in price divided by price. ഓൾറെഡി പഠിച്ചിരിക്കുന്ന അതേ ഫോർമുല തന്നെയാണ്. therefore delta Q divided by delta P into P by Q. ഈ ഫോർമുലയാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്താ ഫോർമുല? delta Q divided by delta P into P by Q. That is elasticity of supply. Elasticity of supply കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? delta Q divided by delta P into P by Q. അപ്പോൾ ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ എന്താ? ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഈസ് ഈക്വൽ ടു അതേപോലെ ഫോർമുല പഠിക്കുക. പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി. Proportionate change in price is equal to change in price divided by original price. ഇതാണ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ദെൻ ആൻസർ ഈസ് 1. ദാറ്റ് ഈസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിറ്റ് ഇലാസ്റ്റിറ്റി. ആൻസർ ഈസ് ഗ്രേറ്റർ ദാൻ 1. ദാറ്റ് ഈസ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ. ആൻസർ ഈസ് ലെസ് ദാൻ 1. ദാറ്റ് ഈസ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഇൻ നേച്ചർ. Then first one is perfectly elastic. Then elasticity of supply is equal to answer is infinite. So it is elastic in nature. Inelastic elasticity is equal to 0. So it is an inelastic in nature. ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലെ ഡിഗ്രി ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ഡിഗ്രി ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ. ഡിഗ്രി ഓഫ്
degree of elasticity of supply. ഡിഗ്രി ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈയിലെ ഏതൊക്കെ മെഷേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നിങ്ങൾക്ക് ആദ്യം അറിയാം. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അതറിയാം. ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ, സെക്കൻഡ് വൺ ഈസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഇൻ നേച്ചർ, ആൻഡ് തേർഡ് വൺ ഈസ് യൂണിറ്റ് ഇലാസ്റ്റിറ്റി, ഫോർത്ത് വൺ ഈസ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ, ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഇൻ നേച്ചർ. വാട്ട് ആർ ദി ഡിഗ്രി ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് perfectly elastic, second one is perfectly inelastic, unit elasticity, relatively elastic and relatively inelastic. ഇത്രയും നിങ്ങൾക്കറിയാം. ദെൻ ഞാനിവിടെ ഫസ്റ്റ് വൺ പറയാണ്. ഫസ്റ്റ് പോയിന്റ് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ. അപ്പോൾ ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ ആണ് നമ്മൾ പഠിക്കുന്നത്. ദെൻ ഡിഗ്രി ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ, ഫസ്റ്റ് വൺ ഈസ് പെർഫെക്റ്റ്ലി elastic supply. Perfectly elastic supply. ദെൻ സപ്ലൈ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഇൻ നേച്ചറാണ്. പെർഫെക്റ്റ് ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇലാസ്റ്റിക് ഇൻ നേച്ചറാണെന്നറിയാം. ദെൻ അവിടെ നിങ്ങൾ എഴുതുന്നത് when there is no change in price but there is significant change in quantity supplied is called as perfectly elastic in nature. When there is no change in price but significant change in quantity supplied is called as പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ. അപ്പോൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈയിലെ വെൻ ദർ ഇസ് എ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഇൻ സപ്ലൈ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ഓർ ലിറ്റിൽ ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് കോൾഡ് ആസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് നേച്ചർ. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് പ്രൈസിൽ ഉണ്ടാവുകയോ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒട്ടും തന്നെ ചേഞ്ച് ഇല്ലാതിരിക്കുകയോ ചെയ്തിട്ട് പോലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് എവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക, ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇലാസ്റ്റിറ്റി മെഷർ ചെയ്യാൻ പോലും പറ്റുന്നില്ല. പ്രൈസിൽ ഒട്ടും വേരിയേഷൻ ഇല്ലാതെ പോലും നമുക്ക് എവിടെ വ്യത്യാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ക്വാണ്ടിറ്റി സപ്ലൈഡിൽ വ്യത്യാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രൈസിൽ അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ദെൻ ഇലാസ്റ്റിക് ഇൻ നേച്ചർ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. അവിടെ നമുക്ക് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ദെൻ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ദെൻ പ്രൈസ് 0, ദെൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ദെൻ ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത് അതേ ഫാക്ടർ, പ്രൈസ് അതേപോലെ തന്നെ നിൽക്കുകയും ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് ഒറിജിനൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്ന ക്യൂവും, പക്ഷേ പ്രൈസ് അതുപോലെ നിൽക്കുകയും ദെൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്ന Q1 ആയിട്ട് കൂടുകയോ അല്ലെങ്കിൽ പ്രൈസ് Q2 ആയിട്ട് കുറയുകയോ, പ്രൈസ് യാതൊരു ഫ്ലക്ച്വേഷൻ ഇല്ലാതെ തന്നെ, പ്രൈസിൽ യാതൊരു വേരിയേഷൻ ഇല്ലാതെ തന്നെ ക്വാണ്ടിറ്റി സപ്ലൈഡ്, ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നതിന് പകരം നമ്മളിവിടെ എന്ത് പറയണമെന്ന് മാത്രം, ക്വാണ്ടിറ്റി സപ്ലൈഡ്. ഈ ക്വാണ്ടിറ്റി സപ്ലൈഡിൽ വ്യത്യാസം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഇല്ലാതെ നിൽക്കുകയും ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുകയോ ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചറാണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചറാണ്. സോ ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു, അവിടെ നമുക്ക് ഇലാസ്റ്റിറ്റി നമുക്ക് എന്ത് പറയാം, ഇൻഫിനിറ്റ് ആണെന്ന് പറയാം. ഇലാസ്റ്റിറ്റി ഇൻഫിനിറ്റ് ഇൻ നേച്ചർ. മുൻപ് പഠിച്ചിട്ടുള്ള പോലെ തന്നെയാണ്, അത് ഡിമാൻഡിൽ അപ്ലൈ ചെയ്യുന്നു എന്ന് മാത്രം, ഇവിടെ സപ്ലൈയിൽ അപ്ലൈ ചെയ്യുന്നു മാത്രം. ദെൻ ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നമുക്ക് എന്ത് പറയാം, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ. സോ ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ. ഇലാസ്റ്റിറ്റി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റ് ഇൻ നേച്ചർ. കണ്ടോ, ഇലാസ്റ്റിറ്റി എങ്ങനെ മെഷർ ചെയ്യുക, ഇൻഫിനിറ്റ് ഇൻ നേച്ചർ. ഇതാണ് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ദെൻ ഫസ്റ്റ് ഡിഗ്രിയിലെ വാട്ട് ഈസ് മെൻ ബൈ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ, പെർഫെക്റ്റ്ലി ഇതൊരു ഇമാജിനറി കോൺസെപ്റ്റാണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്, പൂർണ്ണമായിട്ടും അതെന്താണ്, ഇലാസ്റ്റിക് ആണ്. അവിടെ പൂർണ്ണമായിട്ടും ഇലാസ്റ്റിക് ആണെന്ന് പറയണമെങ്കിൽ വെൻ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഓർ ലിറ്റിൽ ചേഞ്ച് ഇൻ പ്രൈസ് ബട്ട് ദർ ഈസ് ആൻ significant change in quantity supplied is called as perfectly elastic in demand. ഒരു ചെറിയ വ്യത്യാസം സംഭവിക്കുകയോ ഒട്ടും തന്നെ പ്രൈസിൽ വ്യത്യാസം സംഭവിക്കാതിരിക്കുക എന്ന് വെച്ചാൽ പ്രൈസിൽ ഒരു ചേഞ്ചും ഇല്ലാതിരിക്കുകയോ ചെയ്തിട്ട് പോലും ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തത്ര ക്വാണ്ടിറ്റി കൂടി പോവുകയോ ക്വാണ്ടിറ്റി കുറയുകയോ സപ്ലൈ കൂടുകയോ സപ്ലൈ കുറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ അവിടെ അത് ഇലാസ്റ്റിക് ഇൻ നേച്ചറാണ്. പക്ഷേ ആ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ഇൻ നേച്ചറാണ്. സോ ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റ്. അപ്പോൾ നമ്മളിവിടെ എന്താ പറയുക,
when there is no change in price or little change in price but significant change in quantity supplied is called as elasticity of supply, is called as perfectly elastic in nature. Elasticity is equal to infinite എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. മുൻപ് പഠിച്ച പോലെ തന്നെ അതേപോലെ തന്നെ. ദെൻ സെക്കൻഡ് വൺ ഈസ് ഡിഗ്രി ഓഫ് ഇലാസ്റ്റിറ്റിയിലെ സെക്കൻഡ് ടോപ്പിക് നമുക്ക് പറയുകയാണെങ്കിൽ second topic, perfectly inelastic in nature. Perfectly inelastic in nature. Perfectly inelastic എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണമായിട്ടും ഇന്നിലാസ്റ്റിക് ആണ്. യാതൊരു കാരണവശാലും ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നതിൽ എന്ത് തന്നെ പ്രൈസ് കൂടുകയോ കുറയുകയോ ചെയ്തോട്ടെ, പക്ഷേ അതൊന്നും ഏതിനെ ബാധിക്കുന്നില്ല? സപ്ലൈ ബാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം? ഇന്നിലാസ്റ്റിക് ഇൻ നേച്ചർ എന്ന് പറയാം. അവിടെ നമുക്ക് എഴുതാനുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക് ഇൻ നേച്ചറാണ്. when there is a change in price, there is no change in quantity supplied is called as perfectly inelastic supply. അപ്പോൾ അവിടെ സെൻറ്റൻസ് എഴുതാവുന്നത് എന്താ? when there is a change in price, there is no change in quantity supplied. when there is a change in price, പ്രൈസിൽ ചേഞ്ച് എത്രമാത്രം വന്നു കഴിഞ്ഞാലും അവിടെ ഏതിൽ ചേഞ്ച് വരുന്നില്ല, ദെൻ ഇതിൽ ചേഞ്ച് വരുന്നില്ല എങ്കിൽ നമുക്കതിന് തന്നെ വെർട്ടിക്കലാണെന്ന് പറയാൻ പറ്റും. അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ മുൻപത്തെ പോലെ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ when there is a change in price, there is no change in quantity supplied is called as perfectly inelastic in nature. ഇവിടെ പെർഫെക്റ്റ്ലി ഇന്നെലാസ്റ്റിക് ഇൻ നേച്ചർ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഞാൻ ആദ്യത്തെ പോലെ തന്നെ എക്സ് ആക്സിസും അതുപോലെ തന്നെ വൈ ആക്സിസും, പ്രൈസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ മെഷർ ചെയ്യുകയാണ് പ്രൈസ്. ദെൻ ഇവിടെ ക്വാണ്ടിറ്റി, ഈ ക്വാണ്ടിറ്റി പി എന്ന് പറയുന്ന പ്രൈസിൽ ഇത്രയും ക്വാണ്ടിറ്റിയാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരുന്നത്. പി എന്ന് പറയുന്ന പ്രൈസിൽ ഇത്രയും ക്വാണ്ടിറ്റിയാണ് നമ്മൾ ചെയ്തിരുന്നത്. പക്ഷേ പ്രൈസ് P1 P2 ആയിട്ട് വ്യത്യാസം വരാം. P2 എന്ന് പറയുമ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്തു, P1 എന്ന് പറയുമ്പോൾ പ്രൈസ് ഡിക്രീസ് ചെയ്തു. പ്രൈസ് ഡിക്രീസ് ചെയ്യുകയോ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയോ ചെയ്താൽ പോലും യാതൊരു വ്യത്യാസവും ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നതിൽ സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 0. അത്തരം സിറ്റുവേഷനിൽ നമുക്ക് ഇതിനെന്താ പറയാൻ പറ്റുക? ഇലാസ്റ്റിസിറ്റി ബിക്കം 0. ഇലാസ്റ്റിസിറ്റി 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദെർഫോർ നമുക്ക് ഇതിനെന്ത് പറയാം? ഇന്നിലാസ്റ്റിക് ഇൻ നേച്ചർ. എന്താ പറയുക? ഇന്നിലാസ്റ്റിക് ഇൻ നേച്ചർ. അപ്പോൾ ഡിഗ്രി ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയിലെ സെക്കൻഡ് വൺ ആണ് പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ വാട്ട് ഈസ് മെൻ ബൈ പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക് ഇൻ ഡിമാൻഡ്? when there is a change in price, there is no change in quantity supplied is called as perfectly inelastic in supply. Then perfectly inelastic le elasticity is equal to 0. നമുക്ക് അവിടെ ഇലാസ്റ്റിസിറ്റി 0 ആണെന്ന് പറയാനായിട്ട് സാധിക്കും. when supply of commodity no change, whatever be the price, it is called as perfectly inelastic. So പ്രൈസ് എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷേ അവിടെ ഡിമാൻഡിൽ യാതൊരു ഫ്ലക്ച്വേഷൻ ഇല്ലാതെ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കാം. ദ ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ റിമെയിൻ കോൺസ്റ്റൻറ്റ് അറ്റ് ഓൾ പ്രൈസ് ലെവൽ. ഏതൊക്കെ തരത്തിൽ പ്രൈസ് കൂടുകയോ എത്രമാത്രം പ്രൈസ് കുറയുകയോ ചെയ്തു കഴിഞ്ഞാലും ഒട്ടും തന്നെ സപ്ലൈ ബാധിക്കുന്നില്ല എങ്കിൽ ഇന്നിലാസ്റ്റിക് ഇൻ നേച്ചർ. അപ്പോൾ സപ്ലൈ മറ്റേതാണെങ്കിലോ പ്രൈസിൽ ചെറിയൊരു വ്യത്യാസം, പ്രൈസിൽ ഒരു ചേഞ്ച് ഇല്ലെങ്കിൽ പോലും ക്വാണ്ടിറ്റി വ്യത്യാസം വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വ്യത്യാസം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇലാസ്റ്റിസിറ്റി എന്നും പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്നും. പ്രൈസിൽ എന്തുമാത്രം വേരിയേഷൻ സംഭവിച്ചാലും ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു വേരിയേഷനും സംഭവിക്കുന്നില്ല എങ്കിൽ ദെൻ അതിനെ പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക് ഇൻ നേച്ചർ എന്നും പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റ്, സെക്കൻഡ് കേസിൽ ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് രണ്ടും മനസ്സിലായിട്ടുണ്ടാവും. പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക് ഡിമാൻഡും പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ ഡിമാൻഡും. ഈ ഈസ് ഈക്വൽ ടു 0. ദെൻ വെർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും ഏതിലുണ്ടായിരിക്കുക? ദെൻ പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക് ഇൻ നേച്ചറിൽ ഉണ്ടായിരിക്കുക. ദെൻ തേർഡ് വൺ ഈസ് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി.
ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 1. നിങ്ങൾക്കറിയാം യൂണിറ്റ് ഇലാസ്റ്റിറ്റി എന്താണെന്ന് അറിയാം. ദെൻ യൂണിറ്റ് ഇലാസ്റ്റിറ്റിയിൽ when there is a change in price, then there is an equally and proportionate change in quantity supplied. There will be equally or proportionate change in quantity supplied is called as unit elasticity. When there is a change in price, there will be equally and proportionate change in quantity supplied. 10% പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ 10% തന്നെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ ഈക്വലി ഓർ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ്, ദറ്റ് ഈസ് കോൾഡ് ആസ് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി. എത്രമാത്രം വേരിയേഷൻ പ്രൈസിൽ സംഭവിക്കുന്നുണ്ടോ അത്രമാത്രം വേരിയേഷൻ തന്നെ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നതിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ രണ്ടിൻ്റെയും തോത് ശരിയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ നമ്മൾ എന്താ പറയുക? 10% ഇൻക്രീസ് ഇൻ പ്രൈസ്, ദ റിസൾട്ട് വിൽ ബിക്കം 10% ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ്. അവിടെ പ്രൈസും ക്വാണ്ടിറ്റിയും സപ്ലൈയും തമ്മിൽ ഈക്വൽ പ്രൊപ്പോർഷനിലാണ് അവിടെ വേരിയേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്, പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. സോ പ്രൈസും സപ്ലൈയും, അതായത് ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് അപ്വേർഡ് സ്ലോപ്പ് ആയിരിക്കും. ദെൻ ഇവിടെ നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ യൂണിറ്റ് ഇലാസ്റ്റിറ്റി നമുക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, കണ്ടോ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ ഒരു യൂണിറ്റ് ഇലാസ്റ്റിറ്റി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ദെൻ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്, ദെൻ 0, ദെൻ പ്രൈസിനനുസരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്വാണ്ടിറ്റി സപ്ലൈഡ്, പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. ദെൻ ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ പ്രൈസ്, there will be corresponding or equally or proportionate change in quantity supplied, that is called as unit elasticity. Then 10% increase in price, the same time the 10% increase in quantity supplied. കണ്ടോ, 10% പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ 10% തന്നെ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നതും ഇൻക്രീസ് ചെയ്തിരിക്കണം. 10% തന്നെ പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ടൈം 10% ഡിക്രീസ് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ്. Therefore the demand curve is equal to left to right upward slope ആയിരിക്കും. കണ്ടോ, ദറ്റ് ഈസ് കോൾഡ് ആസ് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഇതിനാണ് നമ്മൾ യൂണിറ്റ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത്. നിങ്ങളുടെ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ദെൻ ഇതേപോലൊരു ലൈൻ നിങ്ങൾക്ക് കാണാം. ലെഫ്റ്റ് ടു റൈറ്റ് അപ്വേർഡ് സ്ലോപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ലൈൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ദറ്റ് ഈസ് യൂണിറ്റ് ഇലാസ്റ്റിറ്റി ആണ്. ദെർഫോർ ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1. അവിടെ നമ്മൾ എഴുതുകയാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഞാൻ ഒന്നുകൂടെ പറയാണ്. യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി, ദിസ് ഇസ് എ സിറ്റുവേഷൻ വെർ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ സപ്ലൈ ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ്. If the price of the commodity increases by 10% and the result of it quantity supplied also increases by 10%, it is unitary elastic in nature. It is called as unit elasticity. The supply curve is extended shall pass through the original. In this case elasticity is equal to 1. ഇവിടെയൊക്കെ കറസ്പോണ്ടിങ് ചേഞ്ചാണ് സംഭവിക്കുന്നത്. 10%. നമ്മൾ ഗ്രാഫിൽ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 1 സെൻറ്റിമീറ്റർ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുക. ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത്രയും പറയുമ്പോഴേക്കും യൂണിറ്റ് ഇലാസ്റ്റിറ്റിയിലെ നിങ്ങൾ യൂണിറ്റ് ഇലാസ്റ്റിറ്റി ഇൻ ഡിമാൻഡ് പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ദെൻ യൂണിറ്റ് ഇലാസ്റ്റിറ്റി നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇൻ ദ ഗിവൺ ഡയഗ്രാം ഓയിൽ സപ്ലൈ കർവ് ഇറ്റ് ക്യാൻ ബി സീൻ ഇൻ ദ പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് ആൻഡ് പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ആർ ഈക്വൽ. ഹാൻസ് ദ ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1. അതുകൊണ്ട് നമുക്കിവിടെ ഇലാസ്റ്റിസിറ്റി 1 ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ദെൻ ഫോർത്ത് വൺ ഈസ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ. ഫോർത്ത് വൺ ഈസ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ. Fourth point is relatively elastic supply. Relatively elastic supply, highly elastic in nature, highly elastic in supply. Then അവിടെ when there is a അവിടെ എഴുതി വെക്കേണ്ട പോയിന്റിൽ when there is a change in price,
when there is a change in price, then there will be more than proportionate change in quantity supplied. More than proportionate change in quantity supplied is called as relatively elastic in nature. അപ്പോൾ എന്താ പറയുക, when there is a change in price, പ്രൈസിൽ എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചാൽ തന്നെ there will be more than proportionate change in quantity supplied is called as എന്ത് പറയാൻ പറ്റും, is called as that is a relatively elastic supply. when there is a change in price, നമുക്ക് മുൻപ് പഠിച്ചതിനനുസരിച്ച് നമുക്ക് ഒരു ഗ്രാഫ് കൂടെ നമുക്ക് നോക്കാം. relatively elastic in nature. Relatively elastic in nature, therefore x-axis, y-axis, original price and original quantity. Price and quantity supplied. ഇവിടെ quantity supplied ആണ്, then ഇവിടെ price ആണ്. ഇവിടെ പ്രൈസിലെ 5% increase in price, there will be 10% increase in quantity demanded. കണ്ടോ വ്യത്യാസം കണ്ടോ, 5% increase in price, there will be 10% increase in quantity supplied. 10% increase in quantity supplied, there will be relatively elastic supply. അതിന് നമുക്ക് എന്ത് പറയാം, relatively elastic supply. അപ്പോൾ തന്നെ അവിടെ നമുക്ക് പറയാവുന്ന എന്താ, when there is a change in price, there will be more than proportionate change in quantity supplied is called as relatively elastic supply. relatively elastic എന്ന് പറയുമ്പോൾ എന്താ, താരതമ്യേന ഇലാസ്റ്റിക് ഇൻ നേച്ചറാണ്. താരതമ്യേന ഇലാസ്റ്റിക് ഇൻ നേച്ചറാണെന്ന് പറയണമെങ്കിൽ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് സപ്ലൈ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണ്. therefore elasticity is equal to greater than 1. Elasticity is equal to greater than 1. അവിടെ നമുക്ക് ഇലാസ്റ്റിറ്റിയെ ഗ്രേറ്റർ ദാൻ 1 ആയിട്ട് പറയാനായിട്ട് സാധിക്കും. then അവിടെ when proportionate change in supply is more than if proportionate change in supply is more than proportionate change in price, it is called as relatively elastic in supply. If the price of a commodity increases 10%, the result of supply of the commodity is 20%. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളിൽ 5% increase in price, there will be 10% increase in quantity supplied. Therefore more than proportionate change in quantity supplied is called as relatively elastic in nature. That means elasticity of supply is equal to greater than 1. Then change in quantity supply is more than the proportionate change in price. അപ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റ് മനസ്സിലായല്ലോ എന്താണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ. ദെൻ നെക്സ്റ്റ് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഏത് വരിക, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത്. 5th പോയിന്റ്, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ. റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈയിലെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എക്സ് ആൻഡ് വൈ. P1, Q1, 0, quantity, price. ഞാൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ, ഇലാസ്റ്റിസിറ്റി ഈസ് ലെസ് ദാൻ 1. അവിടെ ഇലാസ്റ്റിസിറ്റി നമുക്ക് ലെസ് ദാൻ 1 ആണെന്ന് പറയാനായിട്ട് സാധിക്കും.
then അവിടെ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ ആണ്. ദാറ്റ് മീൻസ് when there is a change in price, there will be less than proportionate change in quantity supplied. Less than proportionate change in quantity supplied is called as relatively inelastic supply. അപ്പോൾ എന്താ പറയുക? Then when there is a change in price, there will be less than proportionate change in quantity supplied is called as relatively inelastic supply. Relatively inelastic supply then ഇവിടെ 10% increase in price, there will be the result is 5% increase in quantity supplied. അവിടെ നിങ്ങൾ എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ഡിമാൻഡ് സപ്ലൈയും പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എപ്പോഴും പോസിറ്റീവ് റിലേഷൻഷിപ്പിലായിരിക്കണം. എന്ത് പറയേണ്ടത്? സപ്ലൈ കർവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പോസിറ്റീവ് റിലേഷൻഷിപ്പിലും അതായത് ഡയറക്റ്റ് റിലേഷൻഷിപ്പിലും ആയിരിക്കണം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. പക്ഷേ ദെൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എപ്പോഴും പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ? ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ഓർ നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് ഏതിൻ്റെ കേസിൽ വരിക? ദെൻ ലോ ഓഫ് ഡിമാൻഡിൻ്റെ കേസിൽ വരിക. പക്ഷേ ലോ ഓഫ് സപ്ലൈയിൽ എപ്പോഴും പോസിറ്റീവ് റിലേഷൻഷിപ്പിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പറയുമ്പോൾ ദെൻ വെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ പ്രൈസ്, ഇവിടെ പ്രൈസ് ചേഞ്ച് വന്നു. പ്രൈസ് എങ്ങനെയാണ് ചേഞ്ച് വന്നത്? ദെൻ പി എന്ന് പറയുന്ന പ്രൈസിൽ നിന്ന് പ്രൈസ് P1 ഇൻക്രീസ് ചെയ്തു. പ്രൈസ് പിയിൽ നിന്ന് P1 ഇൻക്രീസ് ചെയ്തപ്പോൾ സെയിം ടൈം ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യല്ല ചെയ്തത്, ക്വാണ്ടിറ്റിയും ഇൻക്രീസ് ചെയ്യുക ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ എന്താ സംഭവിച്ചിരിക്കണേ? പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കേസിലും പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. ആ പോസിറ്റീവ് റിലേഷൻഷിപ്പിൽ പ്രൈസ് കൂടിയതിനനുസരിച്ച് അത്രമാത്രം അല്ലെങ്കിൽ ആനുപാതികമായിട്ടുള്ള വ്യത്യാസം സംഭവിച്ചിട്ടില്ല. അതിനേക്കാൾ ആനുപാതികമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുമ്പോൾ 10% പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിലും 10% തന്നെ ഇൻക്രീസ് വന്നിരിക്കണം. പക്ഷേ ഇവിടെ 10% എന്ന് പറയുന്ന ഒരു ഈക്വൽ പ്രപ്പോർഷൻ വന്നിട്ടില്ല. പകരം 10% ഇൻക്രീസ് ഇൻ പ്രൈസ് ദാറ്റ് ലീഡ്സ് ടു 5% ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഇൻ നേച്ചർ. സോ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം? റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ എന്താ എഴുതുക? when there is a change in price, there will be less than proportionate change in quantity supplied. That means elasticity of supply is equal to less than 1. Elasticity of supply is equal to less than 1. So elasticity is equal to less than 1. So it is also called as relatively inelastic in nature. അതുകൊണ്ട് നമുക്ക് ഇതിന് എന്തെന്ന് പറയാം? റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഇൻ നേച്ചർ എന്ന് പറയാം. അപ്പം ഞാൻ പറയാം, വായിക്കാം. when proportionate change in supply, the quantity of supply is less than proportionate change in price, it is called as relatively inelastic or less elastic supply. അതുകൊണ്ട് തന്നെ ലെസ് ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയാനായിട്ട് സാധിക്കണം. If the price of a commodity increases 10% as a result of quantity supplied increases only 5%, it is called as relatively inelastic in nature. Therefore, the elasticity of supply is less than 1. Then supply curve here the proportionate change in less than proportionate change in price. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരിക്കുന്ന പോർഷൻസിനെ കുറിച്ച് നമുക്കൊന്നും കൂടെ പറയാം. എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ? ദെൻ ആ ടോപ്പിക്ക് നമുക്ക് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ദെൻ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയിൽ വാട്ട് ഈസ് മെൻ ബൈ സപ്ലൈ? സപ്ലൈ മീൻസ് സംതിങ് ഈസ് ഓഫേർഡ് ഫോർ സെയിൽ, അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. എന്താണ് സപ്ലൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംതിങ് ഈസ് ഓഫേർഡ് ഫോർ സെയിൽ. നമ്മൾ എത്രയാണോ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്താണോ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, എത്രയാണോ അല്ലെങ്കിൽ എന്താണോ അറ്റ് എ ഗിവൺ പീരീഡ്, അറ്റ് എ ഗിവൺ മാർക്കറ്റ്, ഇൻ എ പർട്ടിക്കുലർ ടൈം എന്നൊക്കെ പറയാം. ഒരു പർട്ടിക്കുലർ ടൈമിലെ ഒരു പർട്ടിക്കുലർ മാർക്കറ്റിലെ എത്രമാത്രം ഗുഡ്സാണോ കമ്മോഡിറ്റീസാണോ നമ്മൾ വിൽക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ആസ് സപ്ലൈ. സംതിങ് ഈസ് ഓഫേർഡ് ഫോർ സെയിൽ ഈസ് കോൾഡ് ആസ് സപ്ലൈ. What is meant by law of supply? Higher the price, higher quantity will be supplied. Lower the price,
lower quantity will be supplied. Other factors are remain constant. That concept is called as law of supply. Assumptions of law of supply: all factors are other factors are remain constant. Technology remain constant, income of the consumer remain, income of the seller and consumer remain constant, etc. ഇതാണ് നമ്മളോട് പിന്നെ ലോ ഓഫ് സപ്ലൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോ ഓഫ് സപ്ലൈ ഈസ് ഓൾസോ കോൾഡ് ആസ് സെക്കൻഡ് ലോ ഇൻ ദി മാർക്കറ്റ്. പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലോ ഇൻ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഏതാ പറയുക? ദ ലോ ഓഫ് ഡിമാൻഡ്. ദെൻ സെക്കൻഡ് ലോ ഇൻ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഏതാ സെക്കൻഡ് ലോ ഇൻ മാർക്കറ്റ് എന്ന് പറയുന്നത്? ലോ ഓഫ് സപ്ലൈ ആണ് സെക്കൻഡ് ലോ ഇൻ മാർക്കറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ദെൻ അത്രയും കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ പഠിച്ചത് ലോ ഓഫ് സപ്ലൈ പഠിച്ചു കഴിഞ്ഞു. ദെൻ ലോ ഓഫ് സപ്ലൈ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ അതിൻ്റെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലോ ഓഫ് സപ്ലൈ. ദെൻ ദർ വിൽ ബി ലോ ഓഫ് സപ്ലൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഠിച്ചിരിക്കുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സപ്ലൈ പഠിച്ചു. ദെൻ ഇലാസ്റ്റിസിറ്റി പഠിച്ചു. നെക്സ്റ്റ് ടോപ്പിക്കാണ് സപ്ലൈ ഷെഡ്യൂൾ. ഡിമാൻഡ് ഷെഡ്യൂൾ പറയുന്ന പോലെ തന്നെ സപ്ലൈ ഷെഡ്യൂൾ പറയാം. പിന്നെ സപ്ലൈ കർവ് പറയാം. ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ലോ ഓഫ് സപ്ലൈ ഈസ് കോൾഡ് ആസ് graphical representation of law of supply is called as then graphical representation of law of supply is called as supply curve. സപ്ലൈ കർവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലായ്പ്പോഴും അതൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ഇതിലാണ് നിങ്ങളത് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്കറിയാം. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞു. ലോ ഓഫ് സപ്ലൈ കർവ് ഷിഫ്റ്റ് ഇൻ സപ്ലൈ എന്ന് പറഞ്ഞു. ഷിഫ്റ്റ് ഇൻ സപ്ലൈക്ക് മുൻപായിട്ട് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് എന്ന് പറയുന്നത് എന്താ? എക്സ്പാൻഷൻ ഓർ എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ. എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്, എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ഇൻ quantity supplied. Increase in quantity supplied due to increase in price is called as extension of supply. Then contraction of supply എന്ന് പറയുന്നത് decrease in quantity supplied due to decrease in price is called as contraction of supply. അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യും തോറും ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, സപ്ലൈഡ് ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അത് എത്രമാത്രം ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റൻഷൻ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നതോറും ക്വാണ്ടിറ്റിയും ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ എന്ന് പറയാം. അപ്പോൾ എക്സ്റ്റൻഷൻ ഓഫ് സപ്ലൈ പറഞ്ഞു, അതുപോലെ തന്നെ കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ പറഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക്ക് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് ടോപ്പിക്കാണ്, അതിനുശേഷം നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക്കാണ് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് മെൻ ബൈ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. വാട്ട് ഈസ് മെൻ ബൈ ഇലാസ്റ്റിസിറ്റി? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് കോൾഡ് ആസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. The rate of change in quantity supplied due to change in price, അല്ലെങ്കിൽ the degree of responsiveness of quantity supplied due to change in price is called as elasticity of supply. The degree of responsiveness, എത്രമാത്രം ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നതിൽ വേരിയേഷൻ സംഭവിക്കുന്നുണ്ടോ, പ്രൈസിന് ആനുപാതികമായിട്ട് എത്രമാത്രം വേരിയേഷൻ സംഭവിക്കുന്നുണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ദെൻ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഈ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ, ദെൻ ഓൾ ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്, that is called as change in price divided by original price. Therefore, delta Q divided by Q, then all divided by delta P divided by P, that means delta Q by delta P into P by Q. That is the formula. ഇതാണ് ഏത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ദെൻ ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1. So it is also called as unit elasticity. Answer is greater than 1.
So it is called as relatively elastic in nature. Answer is less than 1, that is relatively inelastic in nature. Then answer is 0. Then ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന ആൻസർ ഈസ് 0. then it is also called as perfectly inelastic in nature. Answer is infinite, so it is also called as perfectly elastic in nature. അപ്പോൾ ഇത് ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ എന്ന് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഗ്രി ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഡിഗ്രി ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയാം. അപ്പോൾ ഡിഗ്രി ഓഫ് ഇലാസ്റ്റിസിറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഡിഗ്രി ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പഠിച്ച പോലെ തന്നെയാണ് ഡിഗ്രി ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നതും. ഓർക്കാൻ പറ്റുന്നില്ലേ? അപ്പോൾ തന്നെ ഞാൻ ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. ദെൻ അവിടെ എന്താണ് ഡിഗ്രി ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പോയിൻറ്റ്സ് ആണ് നമുക്ക്? ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ദെൻ ഫസ്റ്റ് പോയിൻ്റ് ഈസ് എന്താ? ഫസ്റ്റ് പോയിൻ്റ് ഈസ് പറയോ? ദെൻ ഫസ്റ്റ് പോയിൻ്റ് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ. സെക്കൻഡ് പോയിൻ്റ് എന്താ? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഇൻ നേച്ചർ. തേർഡ് പോയിൻ്റ് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി. ആൻഡ് ഫോർത്ത് പോയിൻ്റ് ഈസ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ. ഫിഫ്ത്ത് പോയിൻറ്റ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഇൻ നേച്ചർ. ഇനി നമുക്ക് ഓരോന്നും കാണാതെ എന്താണെന്ന് പറയാം. ദെൻ അവിടെ ഫസ്റ്റ് വൺ ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, സപ്ലൈ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണ്. when there is no change in price or little change in price but a significant change in quantity supplied is called as perfectly elastic in nature. So elasticity is equal to infinite in nature. അതായത് പ്രൈസിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ പ്രൈസിൽ ഒട്ടും തന്നെ വേരിയേഷൻ ഇല്ലാതിരിക്കുകയോ ചെയ്തിട്ട് പോലും ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതിൽ ഒരുപാട് വേരിയേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്തെന്ന് പറയാം? ദെൻ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. സോ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഈസ് ഗ്രേറ്റർ ദെൻ 1 എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റ് ഇൻ നേച്ചർ. സോ ഇറ്റ് ഈസ് ആൻ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ. സോ ഇറ്റ് ഈസ് ആൻ ഇമാജിനറി കോൺസെപ്റ്റ്. അതിനെന്താ പറയുക? നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. പ്രൈസിൽ ഒട്ടും വേരിയേഷൻ ഇല്ലാതെ തന്നെ ഒരു കാരണമില്ലാതെ ഡിമാൻഡ് ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നത് കൂടുകയോ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നത് കുറയുകയൊക്കെ ചെയ്യുന്നതിന് നമുക്കൊന്നും പറയാനായിട്ട് സാധിക്കില്ല. സോ ദറ്റ് ഈസ് അതിനെന്താ നമുക്ക് പറയാൻ പറ്റുക? ദറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ. ദെൻ സെക്കൻഡ് പോയിന്റിൽ നമ്മൾ പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഇൻ നേച്ചറാണ്. വെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ പ്രൈസ്, when there is a change in price, there will be no change in quantity supplied. There will be no change in quantity supplied. That is called as perfectly inelastic in nature. There will be increase in price. അതായത് പ്രൈസ് ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയോ പ്രൈസ് ഡിക്രീസ് ചെയ്യുകയോ ചെയ്താൽ പോലും ഒരു കാരണം എന്തുമാത്രം വേരിയേഷൻ അവിടെ സംഭവിച്ചാൽ പോലും ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതിൽ യാതൊരു ഫ്ലക്ച്വേഷനും സംഭവിക്കുന്നില്ല എങ്കിൽ ദെൻ അവിടെ സ്ട്രൈറ്റ് ലൈനായിട്ടാണ് നിൽക്കണേ. വെർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈനാണ്, യാതൊരു ഫ്ലക്ച്വേഷനും ഇല്ല ക്വാണ്ടിറ്റിയിൽ. ക്യൂ എന്ന് പറയുന്നത് ആ പോയിന്റിൽ തന്നെ നിൽക്കുകയാണ്. സോ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 0. സോ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഇൻ നേച്ചർ. ഒട്ടും വേരിയേഷൻ സംഭവിക്കുന്നില്ലെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഇൻ നേച്ചർ. അപ്പോൾ സപ്ലൈയുടെ കേസിൽ നമുക്കത് എന്ത് പറയാം? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ കേസിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയാം, സെക്കൻഡ് കേസിൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയാം. ദെൻ തേർഡ് കേസിൽ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ എന്താ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി? when there is a change in price, there will be equally or proportionate change in quantity supplied. When there is a change in price, there will be equally or proportionate change in quantity supplied is called as unit elasticity. That means 10% increase in price that leads to 10% increase in quantity supplied. Therefore 10% divided by 10% elasticity is equal to 1. So it is also called as unit elasticity. ക്ലിയർ ആയില്ലേ? അതിനെ നമ്മൾ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നു. ആൻഡ് ഫോർത്ത് വൺ ഈസ് പെർഫെക്റ്റ്ലി അല്ല റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ. വെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ പ്രൈസ്, there will be more than proportionate change in quantity supplied. That is called as relatively elastic in nature. Then 10% increase in price
that leads to 20% increase in quantity supplied, then the answer is elasticity is equal to greater than 1. There will be increase in price, the result will become more than increase in proportionate change in quantity supplied. That is called as relatively elastic in nature. Then last point, relatively inelastic. Relatively inelastic, when there is a change in price, there will be less than proportionate change in quantity supplied. That is called as relatively inelastic in nature. Then relatively inelastic, elasticity is equal to less than 1. Elasticity is equal to less than 1. So it is also called as relatively inelastic in nature. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇലാസ്റ്റിസിറ്റിയെ കുറിച്ച് പഠിച്ചു, റിലേറ്റീവ്ലി ദെൻ അതിൻ്റെ ഡിഗ്രി ഓഫ് ഇലാസ്റ്റിസിറ്റിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൾ.